അത്യാവശ്യം നല്ല പണിയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് ഈ തേക്കുന്നതിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കരുത്. കുറേ നാളായിട്ട് നമ്മൾ റീൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തെങ്കിലും ഇന്നായിരുന്നു സമയം കിട്ടിയത്. ഇന്നാണെങ്കിലോ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ മലയാളികളുടെ വീട്ടിലും ഇന്ന് പുറത്ത് തുണി ഉണ്ടായിരിക്കുമല്ലേ. എൻ്റെ ഈ കോലം കാണുമ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും കഥാപാത്രത്തെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. എവിടെ വെച്ച് റീൽ എടുക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദിക്കൂട്ടൻ നമ്മുടെ ഈ ട്രൈപോഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചീത്തയാകാൻ അവൻ അറിയത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന സാധനം വെച്ചിട്ടാണ് റീൽ എടുക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. റീൽ എടുത്ത് അത്യാവശ്യം നല്ല വഴിയായിട്ടുണ്ടായിരുന്നു. ഒന്നിക്ക് ഞാൻ തെറ്റിക്കും, അല്ലെങ്കിൽ അവൾ തെറ്റിക്കും. ആകപ്പാടെ അങ്ങനെ രണ്ടൂർ കൂടി ഏതോ 2 എണ്ണം മാത്രമുണ്ട് ഒറ്റ ടേക്കിൽ ഓക്കെ ആയത്. 5 മിനിറ്റ് കളിക്കും, 10 മിനിറ്റ് നമ്മൾ കാര്യം പറയും, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കും. അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി അടിപൊളിയായിരുന്നു. ആ തുണിയല്ല, മേളത്തെ ആകാശം നോക്കിയാൽ അങ്ങനെ എങ്ങനെയൊക്കെയോ സംഭവങ്ങൾ ഒപ്പിച്ച് നമ്മളെ ലാസ്റ്റ് നൈറ്റിലും കൂടി ഒരു ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി എടുത്തു കഴിഞ്ഞ് നേണ്ട വിയർത്ത് കുളിച്ചൊരു പരുവേ അവൾ വീട്ടിൽ പോയി. എന്നാൽ പിന്നെ ഞാൻ റൂമും കൂടി വൃത്തിയാക്കാൻ വിചാരിച്ചപ്പോൾ എന്നെ സഹായിക്കാൻ വന്ന 2 പേരെ കണ്ടോ. ഞാൻ വിചാരിച്ച എൻ്റെ ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനം എന്ന് ഭാഗ്യത്തിന് നമ്മുടെ തലയണയിലാണ് അത് വീണത്. കൈക്കൂലി കൊടുത്താലേ പിള്ളേരൊക്കെ ഇപ്പോൾ പണിയെടുക്കത്തോളന്നു എന്തല്ലേ. അങ്ങനെ ഞാൻ തൻ്റെ റൂമും വൃത്തിയാക്കിയിട്ട് നേരെ പോയി ചായ ഇട്ട് കുടിച്ചു. ആഹാ, ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. ഇനി ആ റീലൊക്കെ ആരെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്ത് കറക്റ്റാക്കി തന്നാൽ സന്തോഷം.